ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണ കഥകൾ. ഒരിക്കൽ അദ്ദേഹം ഒരു ഗൃഹത്തിൽ ഭാഗവത പാരായണം നടത്തുമ്പോൾ ഒരു കള്ളൻ ആ വീട്ടിൽ കടന്ന് തട്ടിൻപുറത്തൊളിച്ചിരുന്നു. അയാളിരിക്കുന്നതിനു തൊട്ടുതാഴെ ഭാഗവത പാരായണം നടക്കുകയാണ്. അങ്ങനെ കള്ളൻ അതു കേൾക്കുവാൻ നിർബന്ധിതനായി. ഉണ്ണിക്കണ്ണനെ വർണ്ണിക്കുന്ന ഭാഗം. കണ്ണൻ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ അദ്ദേഹം ഏറെ വർണ്ണിച്ചു. കാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതിനു മുമ്പ് യശോദ ഉണ്ണിയെ വിലയേറിയ ആഭരണങ്ങൾ അണിയിക്കും. ഇതു കേട്ടപ്പോൾ കള്ളന്റെ ചിന്ത, ആ ബാലനെ തട്ടിക്കൊണ്ടുപോയി കൊന്നാൽ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കാം എന്നും ചെറിയ മോഷണങ്ങൾ നടത്താൻ കഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. പാരായണം കഴിഞ്ഞു ബ്രാഹ്മണൻ യാത്രയായി. കള്ളൻ രഹസ്യമായി അദ്ദേഹത്തെ പിന്തുടർന്നു. വിജനമായ ഒരു സ്ഥലത്തുവച്ച് അയാൾ ബ്രാഹ്മണനെ തടഞ്ഞു നിർത്തി. അയാൾ ചോദിച്ചു, നിങ്ങൾ യശോദ എന്ന സ്ത്രീയുടെ മകൻ കൃഷ്ണൻ എന്ന ബാലന്റെ കാര്യം പറഞ്ഞല്ലോ. ആ പയ്യനെ എവിടെയാണ് കാണാൻ കഴിയുന്നത്? ബ്രാഹ്മണൻ പറഞ്ഞു, വൃന്ദാവനത്തിൽ യമുനാതീരത്തെ പച്ചപ്പുൽപ്പരപ്പിൽ 2 കുട്ടികൾ രാവിലെ വരും. ഒരാൾ കാർമേഘ നിറമുള്ളവൻ, കയ്യിൽ ഓടക്കുഴലുണ്ടാവും. അതാണ് കൃഷ്ണൻ. കള്ളൻ ഇതു വിശ്വസിച്ച് ഉടനെ തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. രാത്രി അവിടെ എത്തി ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു. കണ്ണന്റെ കാലടികൾ പതിഞ്ഞ ആ പുണ്യഭൂമിയിൽ പുലർവെളിച്ചം പരന്നു. ഹൃദ്യമായ മുരളിനാദം കാറ്റിലലിഞ്ഞെത്തി. അത് അടുത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതാ 2 ബാലന്മാർ. കള്ളൻ മരത്തിൽ നിന്നും ഇറങ്ങി അവരുടെ സമീപം ചെന്നു. ആ ദിവ്യരൂപം, ആ പ്രേമാവതാരത്തിന്റെ മനോഹര രൂപം ദർശിച്ച മാത്രയിൽ അയാൾ മതിമറന്നു. കൈകൾ കൂപ്പി ആനന്ദാശ്രുക്കൾ ഒഴുകി. ജന്മജന്മാന്തരങ്ങളിൽ എത്രയോ പേർക്കു ലഭിക്കാത്ത പുണ്യം. അയാൾക്കു മനഃപരിവർത്തനമുണ്ടായി. സ്വയം മറന്നു. അയാൾ ചിന്തിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എത്ര ബുദ്ധിശൂന്യയാണ്. ആരെങ്കിലും ഇത്രയും ആഭരണങ്ങൾ അണിയിച്ച് കുഞ്ഞുങ്ങളെ തനിയെ വീട്ടിനു പുറത്തയക്കുമോ? കള്ളൻ വീണ്ടും വീണ്ടും ബാലനെ സൂക്ഷിച്ചു നോക്കി. ബ്രാഹ്മണൻ പറഞ്ഞതുപോലെയുള്ള ഒരാഭരണം കണ്ണന്റെ കഴുത്തിൽ കണ്ടില്ല. അതുകൂടി കൃഷ്ണനെ അണിയിച്ചു കാണാൻ അയാൾ ആഗ്രഹിച്ചു. പെട്ടെന്ന് ഉച്ചസൂര്യനെ മറയ്ക്കുന്ന കാർമേഘങ്ങൾ പോലെ ദുശ്ചിന്തകൾ അയാളുടെ മനസ്സിൽ കടന്നുവന്നു. നിൽക്കൂ എന്നാക്രോശിച്ച കള്ളൻ കണ്ണന്റെ കയ്യിൽ കടന്നുപിടിച്ചു. ആ ദിവ്യസ്പർശനമാത്രയിൽ അയാളുടെ പൂർവ്വകർമ്മങ്ങൾ അവസാനിച്ചു. അയാൾ പരിശുദ്ധനായി. പ്രേമപൂർവം അയാൾ ചോദിച്ചു, അവിടുന്ന് ആരാണ്? നിങ്ങൾ വന്ന ഉദ്ദേശം മറന്നുവോ? ഇതാ എന്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊള്ളൂ, കൃഷ്ണൻ മധുരമായി അരുളി. കള്ളൻ ആശയക്കുഴപ്പത്തിലായി. ഇതെല്ലാം എനിക്ക് തന്നാൽ കുഞ്ഞിനെ അമ്മ വഴക്കു പറയില്ലേ? അയാൾ ചോദിച്ചു. കണ്ണൻ പുഞ്ചിരിയോടെ അരുളി, അതേപ്പറ്റി വിഷമിക്കേണ്ട, എനിക്കിത് വേണ്ടുവോളമുണ്ട്. പിന്നെ ഞാൻ നിന്നേക്കാൾ വലിയ കള്ളനാണ്. പക്ഷേ ഞാൻ എന്തൊക്കെ മോഷ്ടിച്ചാലും ഉടമസ്ഥർക്ക് പരാതിയില്ല. അവർ എന്നെ ചിത്തചോരൻ എന്ന് വിളിക്കും. നിനക്കറിയാത്ത വളരെ വിലപിടിപ്പുള്ള ഒരാഭരണം നിന്റെ കയ്യിലുണ്ട്, നിന്റെ ചിത്തം. ഞാനിപ്പോൾ അതെടുക്കുന്നു. അതെന്നിൽ നിന്നും നീയും എടുക്കുക. ആഭരണങ്ങളെല്ലാം കൊടുത്ത് കുട്ടികൾ മറഞ്ഞു. കള്ളൻ അദ്ഭുത പരത്തങ്കനായി. അയാൾ കൈനിറയെ ആഭരണങ്ങളുമായി ബ്രാഹ്മണന്റെ അടുത്തു ചെന്നു. കള്ളൻ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ വിസ്മയിച്ചുപോയി. മാറാപ്പിൽ നിറയെ ആഭരണങ്ങൾ, താൻ പറഞ്ഞതുപോലെ തന്നെയുള്ളവ. ആനന്ദം കൊണ്ട് അദ്ദേഹം വീർപ്പുമുട്ടി. തന്നെ കണ്ണനെ കണ്ട സ്ഥലത്തു കൊണ്ടുപോകാൻ കള്ളനോട് അപേക്ഷിച്ചു. 2 പേരും വൃന്ദാവനത്തിലെത്തി കാത്തിരുന്നു. പെട്ടെന്ന് കള്ളൻ വിളിച്ചു പറഞ്ഞു, അതാ നോക്കൂ, അവർ വരുന്നു. പക്ഷേ ബ്രാഹ്മണന് ആ ദർശനം ലഭിച്ചില്ല. അദ്ദേഹത്തിന് വലിയ മനക്ലേശവും പശ്ചാത്താപവും ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, അവിടുന്നൊരു കള്ളന് ദർശനം നൽകി. എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല? എനിക്ക് ദർശനം തരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കും. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മധുരമയമായ ശബ്ദം മുഴങ്ങി, നിങ്ങളൊരു കഥ പോലെ ഭാഗവതം വായിക്കുന്നു. പക്ഷേ കള്ളനോ? അയാൾ അതെല്ലാം സത്യമെന്ന് ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു. എന്നിൽ വിശ്വസിച്ച് പൂർണ്ണമായി സ്വയം സമർപ്പിക്കുന്നവന് ഞാൻ ദർശനം നൽകുന്നു. ആ ബ്രാഹ്മണനെ പോലെ പലരും ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും പ്രഭാഷണം നടത്തുന്നു. സപ്താഹയജ്ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ അതിൽ പറയുന്ന സദ്വിഷയങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അവർക്കു കഴിയുന്നില്ല. കാപട്യം പൂർണ്ണമായി വിട്ടൊഴിയുന്നില്ല. ഒന്നു പറയുന്നു, മറ്റൊന്നു പ്രവർത്തിക്കുന്നു. അപ്പോൾ അവർക്കു ഭഗവത് അനുഗ്രഹം കിട്ടാൻ ഇനിയും പല ജന്മങ്ങൾ വേണ്ടിവരും. ഓം നമോ ഭഗവതേ വാസുദേവായ.